നമുക്കറിയാം, ഏകപക്ഷീയമായി പാർലമെന്റ് മണ്ഡലം പുനർനിർണയം നടത്താനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ നീക്കങ്ങൾക്കെതിരെ വലിയ പ്രതിഷേധം നടക്കുകയാണ് ദക്ഷിണേന്ത്യയിൽ. ഇപ്പോഴിതാ ചെന്നൈയിൽ നടക്കുന്ന ഐക്യദാർഢ്യ സമ്മേളനം വലിയ രീതിയിൽ നരേന്ദ്രമോദിക്കൊരു താക്കീതായി മാറുമെന്നുറപ്പിക്കുകയാണ്. ആ ഐക്യദാർഢ്യ സമ്മേളനത്തിലേക്ക് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയനെ ക്ഷണിച്ചിരിക്കുകയാണ് തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ. തമിഴ്നാട് മുഖ്യമന്ത്രിയുടെ ക്ഷണം സ്വീകരിച്ചുവെങ്കിലും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആ സമ്മേളനത്തിന് പോകുമോ എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. മുഖ്യമന്ത്രി MK സ്റ്റാലിൻ്റെ പ്രതിനിധികളായി തമിഴ്നാട്ടിലെ IT മന്ത്രി പളനിവേൽ ത്യാഗരാജനും അതുപോലെ ഡോക്ടർ തമിഴിച്ചി തങ്കപാണ്ഡ്യൻ MP-യും നേരിട്ടെത്തിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെ കണ്ടതും ക്ഷണിച്ചതും. ജനാധിപത്യത്തിൻ്റെയും ഫെഡറലിസത്തിൻ്റെയും മൂല്യങ്ങൾ കാറ്റിൽ പറത്തി ലോകസഭാ മണ്ഡലങ്ങൾ പുനർനിർണയിക്കാൻ കേന്ദ്രം നടത്തുന്ന ഇത്തരം തിരക്കിട്ട നീക്കങ്ങൾക്കെതിരെ പ്രതിഷേധം എന്ന പേരിലാണ് ഈ വരുന്ന മാർച്ച് 22-ാം തീയതി ചെന്നൈയിൽ സമ്മേളനം നടക്കുക. ചെന്നൈയിൽ നടക്കുന്ന ഈ സമ്മേളനത്തോടുള്ള ഒരു ഐക്യദാർഢ്യം മുഖ്യമന്ത്രി പിണറായി വിജയൻ അവരെ നേരിട്ട് തന്നെ അറിയിച്ചു. മുഖ്യമന്ത്രിയുടെ ചേംബറിലെത്തിയ മന്ത്രി പളനിവേൽ ത്യാഗരാജനും തമിഴിച്ചി പാണ്ഡ്യൻ MP എന്നിവരും സ്റ്റാലിൻ്റെ ആത്മകഥയും മുഖ്യമന്ത്രിക്ക് ഇതോടൊപ്പം സമ്മാനിച്ചു. എന്നാൽ തൻ്റെ പിന്തുണ എല്ലാ തരത്തിലും ഈ സമ്മേളനത്തിനുണ്ട് എന്ന് പറഞ്ഞ പിണറായി വിജയൻ സമ്മേളനത്തിൽ പോയാൽ കേന്ദ്രത്തിൽ നിന്നും പിടിവീഴുമോ എന്നുള്ള ഭയവും ഉണ്ട്. നമുക്കറിയാം, നരേന്ദ്രമോദി സർക്കാരിനെ താഴെയിറക്കാൻ വേണ്ടി ഈ രാജ്യത്തെ 27ഓളം വരുന്ന രാഷ്ട്രീയ പാർട്ടികളെല്ലാം ചേർന്ന് ഈ ലോകസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ഇന്ത്യ മുന്നണി രൂപീകരിച്ചപ്പോൾ തങ്ങൾ അതിലില്ല എന്നും മോദിയെ ബുദ്ധിമുട്ടിക്കില്ല എന്നും മനസ്സിൽ വിചാരിച്ച് തെലങ്കാനയിലെ ഖമ്മത്ത് ഒത്തുകൂടിയവരാണ് പിണറായി വിജയനും അന്നത്തെ തെലങ്കാന മുഖ്യമന്ത്രി ചന്ദ്രശേഖർ റാവുവും ദില്ലി മുഖ്യമന്ത്രിയായിരുന്ന അരവിന്ദ് കെജ്രിവാളും. അതിൻ്റെ കാരണം 3 പേരും കേന്ദ്രത്തിൻ്റെ മുന്നിൽ കേസിൽപ്പെട്ടവരാണ്. അതിൽ കെജ്രിവാൾ അകത്തായി, KCRൻ്റെ മകളും മദ്യനയത്തിൽ അകത്തായി, പിണറായി വിജയൻ മാത്രം ഇപ്പോൾ പുറത്തു നിൽക്കുന്നു. ഇനി നരേന്ദ്രമോദിക്കെതിരെയുള്ള സമ്മേളനത്തിൽ പങ്കെടുത്താൽ അടുത്ത പണി തനിക്ക് വരുമോ എന്നാണ് അദ്ദേഹം ഭയക്കുന്നത്. അതിനെ കൈകാര്യം ചെയ്യുന്നവരിൽ നിന്നും അനുമതി കിട്ടിയാൽ കണ്ണിൽ പൊടിയിടാൻ എന്ന പാകത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സമ്മേളനത്തിന് പോകും. അതേസമയം മാർച്ച് 22-ന് നടക്കുന്ന ഈ യോഗത്തിൽ കർണാടകയുടെ പ്രതിനിധിയായി ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ പങ്കെടുക്കുകയാണ്. അദ്ദേഹം തന്നെ നേരിട്ട് സ്റ്റാലിനെ അറിയിച്ച കാര്യമാണിത്. മിനിഞ്ഞാന്ന് ബാംഗ്ലൂരിലെത്തി തമിഴ്നാട് വനം മന്ത്രി പൊന്മുടി, MM അബ്ദുള്ള MP എന്നിവർ മുഖ്യമന്ത്രി സിദ്ധാരാമയ്യയെയും ശിവകുമാറിനെയും കണ്ടിരുന്നു. ഇതിനു പിന്നാലെ പരസ്യ പിന്തുണ അറിയിച്ച സിദ്ധാരാമയ്യ സ്റ്റാലിന് ഇത് സംബന്ധിച്ചൊരു ഔദ്യോഗികമായ കത്തും അയച്ചിരുന്നു. ശിവകുമാർ തങ്ങളുടെ പ്രതിനിധിയായി അവിടെ എത്തുമെന്നും നരേന്ദ്രമോദിക്ക് വെല്ലുവിളി തീർക്കുമെന്നും സിദ്ധാരാമയ്യയും അറിയിച്ചിരുന്നു. ശിവകുമാർ യോഗത്തിനെത്തുന്നതോടെ ആ സമ്മേളനത്തിന് 10.5 മാറ്റിൻ്റെ പകിട്ട് കൂടിയാകും എന്നുള്ളത് ഉറപ്പാണ്. അതുപോലെ തെലങ്കാനയിൽ നിന്ന് മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി തന്നെ എത്താനാണ് സാധ്യത. അങ്ങനെ അതിശക്തമായ ഒരു സമരം നയിച്ച് മണ്ഡല പുനർനിർണയത്തെ പിടിച്ചുകെട്ടുമെന്ന് ഉറപ്പിക്കുമ്പോൾ പിണറായി വിജയന്റെ നീക്കമാണ് ഏവരും രാജ്യത്തുറ്റ നോക്കുന്നത്.